ഹായ് നമസ്കാരം. അപ്പോൾ മുന്നേ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നെയ്യപ്പം ചെയ്യുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചായക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 പീസ് ശർക്കര, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ബൗളിലോട്ട് 1 കപ്പ് മുഴുവനായിട്ട് അരിപ്പൊടി ചേർക്കാം. വറുത്തതോ വറുക്കാത്തതായോ അരിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടി അളന്ന അതേ കപ്പിന് തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 1/2 കപ്പ് മൈദ ചേർക്കാം. നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് റവ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ 3 പൊടികളും സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ തവിയോ ഉപയോഗിച്ചിട്ട് ശരിക്കൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ബാറ്ററിൻ്റെ പാകം എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ടൈറ്റായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നോക്കുക, അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. 1 ടീസ്പൂൺ എടുത്ത് കറുത്ത എള്ള് നല്ല കഴുകിയതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഏലക്കപ്പൊടി 1 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി 2 പിഞ്ച് ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് 2 പിഞ്ച് ബേക്കിംഗ് സോഡ അപ്പക്കാരം കൂടി ചേർത്തിട്ട് തവി വെച്ചിട്ട് ശരിക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചേരുവകളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ശരിക്കും അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് അത് ചൂടായി വരും. അതിനകത്ത് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗം അങ്ങ് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു തവിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തവി മുഴുവനായിട്ട് ഉപയോഗിക്കാം. നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് എണ്ണ ശരിക്കും സ്പൂൺ ഉപയോഗിച്ചിട്ട് അപ്പത്തിൻ്റെ എല്ലാ സൈഡിലോട്ടേക്ക് ഒന്ന് തെളിച്ച് കൊടുക്കുന്നത് കണക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സൈഡും ഒരു ബ്രൗൺ കളർ, നെയ്യപ്പത്തിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 സൈഡും നല്ലതുപോലെ നല്ല കളർ മാറി നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് മുഴുവൻ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ മുഴുവൻ നെയ്യപ്പവും ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ സാധാരണ അരി കുതിർത്തി ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. അപ്പോൾ ഈ ഒരു നെയ്യപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ളതാണ് നെയ്യപ്പം. അപ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇത് ശരിക്കും ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.